പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി കൺമണി വല്ലാത്ത ഈണം സഹിച്ചാൻ പറ്റണില്ല. എന്താ ആയിഷാത്ത ഒരു പിറുപിറുപ്പ്? ഒന്നുമില്ല ജസ്മാനെ, ചില നേരത്തെ ഞാൻ അങ്ങോട്ട് പാടിയാൽ പെരും ഈണാണ്. ചില പാട്ടിൻ്റെ ഈണത്തിന് അങ്ങോട്ട് കയറിയാലുണ്ടല്ലോ ഇഞ്ചമാനെ ഞാൻ പിന്നെ ശ്വാസം കിട്ടാതെ പെടയും. സത്യപ്പത് എന്താ സത്യമല്ലാത്തത്? എനിക്ക് വിശ്വാസമല്ലേ? ഒരു ദിവസം ഇഞ്ചൻ അഞ്ചത്തി ഖദീജാന്റെ മര്യാദ കണ്ട് ഇഞ്ചത്ര പാടില്ലെങ്കിലും ഓനും കുറച്ചൊക്കെ പാടും. ഞങ്ങൾ രണ്ടാൾ ഇരുന്നങ്ങോട്ട് പാടി. നാട്ടുകാർ പിടിച്ച് തല്ലുമെന്ന് പറഞ്ഞു ഓൻ്റെ പെണ്ണുങ്ങൾ വാതിലൊക്കെ അടച്ചു കുട്ടിട്ടു. ഇഞ്ച പൊന്നാര മനെ എന്നോട് പറയട്ടെ, ഞാൻ ഹരിമുരളിയിലോ അങ്ങോട്ട് പാടി. ഹരിമുരളിയിലോ? എന്ത് തള്ളാണ് ആയിഷാത്ത ഇത്? വിശ്വാസമല്ലെങ്കിൽ ഇജിങ്ങോട്ട് പാടാ, ഞാൻ പാടിത്തരാം. എന്നിട്ടോ മരുവന് ഇറങ്ങി ഓടിയോ? എവിടെ ഓടാൻ? ഓൻ പറഞ്ഞു മൂത്തമ്മ ഇച്ചും പാട്ട് പഠിച്ചോന്ന്. അങ്ങനെ പാട്ട് പഠിക്കണം എന്നുള്ള മോഹവുമായി ഓൻ വന്നപ്പെട്ടത് ഇഞ്ച മുന്നിലെ സബുരോം കി ജിന്ദഗി ജോ കബി നഹി ഖദം ഹോ ജാതി ഹെ. എന്തിനാ ആയിഷാത്ത വേണ്ടാത്ത പഠിക്കുന്നത്? വായിൽ കൊള്ളുന്നതൊക്കെ പറഞ്ഞാ പോരെ? സാരല്ല രണ്ടക്ഷരം ചങ്ക് കുടുങ്ങി പോയതാ മോനെ. അല്ല ഉസ്മാനെ, ഇന്നലെയാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടിനെ കാണുന്നത്. അൻ്റെ എൻ്റെ ഓളിങ് നിറല്ലല്ലോ കുട്ടി, പടിഞ്ഞാറ്റ ബീരാൻ്റെ കളറാണല്ലോ. എന്താ ഇതിൽ വലിയ ദുരൂഹതയുണ്ടോ? എന്ത് കേട്ടോ ഉസ്മാനെ, ഇച്ച് ബലമായ സംശയമുണ്ട്. എന്ത് സംശയം? എൻ്റെ രണ്ടാമത്തെ കുട്ടി ബീരാൻ്റെ കുട്ടിയാണോന്ന്. പോതള്ളേ അവിടുന്ന് കുടുംബം കലക്കാതെ. ഇജ്ജ് പോടാ അവിടുന്ന്. ഞാൻ കുടുംബം കലക്കാനല്ല, കുടുംബം ഉണ്ടാക്കാനാണ് ഇപ്പോൾ നടക്കുന്നത്. ആടിൻ്റെ കുടുംബം. ഞാൻ ആടുകളെ നോക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അതന്നെ നല്ലത്. മിണ്ടാപ്രാണികളായതുകൊണ്ട് അവറ്റുകൾ തിരിച്ചൊന്നും പറയില്ലല്ലോ. ഇജ്ജ് പോടാ അവിടുന്ന്. ഇച്ച് എന്നോട് വർത്താനം പറയണത് പണ്ടേ ഇഷ്ടമല്ല. എൻ്റെ നോണി യേശനി കേൾക്കാനേ ഇച്ച് നേരല്ല. ഞാൻ പോയി. ഇജ്ജ് പോയിക്കോ, എനക്ക് അതാ നല്ലത്. അല്ലെങ്കിൽ ഇജിൻ്റെ തൊള്ളിന്ന് വല്ലതും കേൾക്കും. ആടേ അങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ട് കറുമ്പിയേ പുളിച്ചിയേ ഇങ്ങോട്ട് വാ. ഇഞ്ച ബദിരിങ്ങളെ കണ്ണി കണ്ടോലെ മുളകും തച്ചൊക്കെ ഈ കുരിപ്പും കൂട്ടം തിന്ന് തീർത്ത് ഇഞ്ച തൊള്ളിന്ന് ഒരു വല്ലതും കേൾക്കോളുണ്ടാവും. ഇങ്ങോട്ട് പോന്നാണീ. അല്ല ആരാപ്പത് ഒരു മൊബൈലും പിടിച്ച് ഈ ആളില്ലാത്ത പറമ്പ് കൂടെ നൊയഞ്ഞു കയറി വരുന്നത്? ഇവനെയാണോ നൊയഞ്ഞു കയറ്റക്കാരെന്ന് പറയണത്? ഹലോ ഗൈസ്, ഞാൻ ഫാസിൽ മൽബാറി. എൻ്റെ ഉപ്പൂപ്പ പണ്ട് കാലത്ത് വാങ്ങിയിട്ട പറമ്പും വിശാലമായ പാടവും എല്ലാം നിങ്ങൾക്കിന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫാസിൽ മൽബാറി. അതാ റേഞ്ച് പോയി. ഈ കുന്നുമ്മൽ റേഞ്ചില്ലല്ലോ എന്താ പറച്ചോനെ. പറച്ചോനെ കാത്തോളിയോ യക്ഷി. എടാ പൊട്ടൻ ചെറുക്ക, ഞാനാണ് യക്ഷി. അല്ല ആയിഷാത്ത. ഇജെന്താ വ്ലോഗ് എടുക്കുക? ഓലക്ക, ഞാൻ ആകെ പേടിച്ചു പോയി. ഇങ്ങൊക്കൊന്ന് മുണ്ടിക്കൂടെ? അവൻ ചമാനെ മുണ്ടാനല്ലേ വന്നത്. ചെറുച്ചപ്പത്തിന് ഇറക്ക് വേറെ ഇളകിയില്ലേ? അപ്പം മുണ്ടിക്കണമെങ്കിലോ എൻ്റെ അവസ്ഥ എന്താകും? പിന്നെ നാളത്തെ യൂട്യൂബിൽ ഇങ്ങനെ വരും, ഫാസിൽ മലബാരിക്ക് വിരാന്തായി. അതാ ഞാൻ മുണ്ടാതെ വന്ന് ഒരു മയത്തിലൊക്കെ ചിരിച്ചത്. അല്ല ഇതാണോ മയം? ഈ ചിത്രമായുള്ളൂ. ഒരു മയക്കാരൻ വന്നിക്കണു, അതും ഈ കാട്ടിക്ക്. ഇങ്ങക്കൊരു പാട്ടൊക്കെ അങ്ങോട്ട് പാടിക്കൂടെ? ഏത് പാട്ട്? നീയലായി അത് പാടട്ടെ? അല്ലെങ്കിൽ വേണ്ട, പുതുമയായി വന്നു പാടിയാലോ? പുതുമഴയായി വന്നു നീ, പുളകം കൊണ്ട് പൊതിഞ്ഞു നീ, വരൂ മനസായി മനമറിയാതെ ഉയരറിയാതെ ഉണരൂ നീ എൻ ജീവനായി, വരൂ നിശാഗന്ധിയായി. നിർത്ത്. ഇതിലെന്തോ യക്ഷിയുടെ മണമുണ്ടല്ലോ ഈ പാട്ടില്. സത്യത്തിൽ നിങ്ങൾ യക്ഷി തന്നെയാണോ? അതേടാ, ഞാൻ യക്ഷി തന്നെയാണ്. ആരായാലും വേണ്ടില്ല, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം. റേഞ്ച് വന്നു. പിന്നെ ലൈവാണ്. ഇങ്ങോട്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം പറയണം കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. ഇത് ചോദിച്ച മാണിക്കല്ലേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫാസിൽ മൽബാറി. ഹലോ ഗൈസ്, എൻ്റെ ഉപ്പൂപ്പ ഉണ്ടാക്കി കൂട്ടിയ സ്വത്തേക്ക് ആണിത്. മക്കളൊക്കെ വിദേശത്ത് ആയതുകൊണ്ട് ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ഗൈസ്. ഞാൻ ടൗണിൽ താമസമായതുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഗൈസ്. എന്ത് ഉപ്പൂപ്പ ഉണ്ടാക്കിയിട്ട സ്വത്തോ? ഇത് തോമാചാട്ടൻ ഉണ്ടാക്കിയിട്ട സ്വത്തല്ലേ കുരിപ്പേ? തോമാചാട്ടൻ എപ്പോഴാണ് എൻ്റെ ഉപ്പൂപ്പയത്? മുണ്ടലി ലൈവാണ്, ആളുകൾ കേൾക്കും. മുണ്ടലി. ഹലോ ഗൈസ്, ഇവിടെ ഒരു പ്രത്യേക തരം വൈബാണ്. കാറ്റും നല്ല കുളിരും. വാവ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തരം വൈബ്. ഇത് അനുഭവിച്ചറിയേണ്ടതുണ്ട് ഗൈസ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മറ്റൊരാളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ പറമ്പിൽ ആടിനെ നോക്കാൻ വന്ന നമ്മുടെ സ്വന്തം ആയിഷാത്ത. ഇനി ആയിഷാത്ത പറയും ഈ നാട്ടിലെ പ്രകൃതി ഭംഗിയെക്കുറിച്ച്.
ഹലോ ഗൈസേ, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ നല്ല കാറ്റും തണുപ്പും ഭക്ഷണം എല്ലാം ഉണ്ട്. ഞാനിവിടെ ആടുകളെ നോക്കിയിരിക്കുമ്പോൾ ഇച്ച് കൂട്ടായിട്ട് മഞ്ഞക്കിളിയും കുയിലും മയിലും കുരിയോളും എല്ലാം ഉണ്ടാകും. ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇച്ച് ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്. വാവ്, ആയിഷാത്ത കവിത ചൊല്ലുമോ? പിന്നെ ഞാൻ ഈ കാട്ടിൽ വന്നിരുന്ന് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. വാവ് ഗൈസ്, നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. വാ, നമുക്ക് ആയിഷാത്താൻ്റെ പാട്ട് കേട്ടാലോ? എന്നാൽ പിന്നെ ഞാൻ പാടട്ടെ. എൻ്റെ എല്ലാ പക്ഷികൾക്കും വേണ്ടിയിട്ട് ഞാൻ 2 വരി പാടാം. അമ്മൂമക്കിളി വായാടി അല്ലിപ്പൂമ്പഴ താൻ തോന്നി അമ്മാനം കടതെത്തി കണ്ണാർ കണ്ണന അഹങ്കാരി കാണാ കുയിലേ നിന്നെ പോലെ കന്നി നിലാവേ കിന്നാരി അതിനിഷ്ടം കൂടാൻ ചെങ്ങാതി ഡുഡുഡുഡുഡും. അതെന്താ അവസാനം ഒരു ഡുഡുഡുഡും? അതിലൊക്കെ ഒരുപാട് സംഗതികൾ കിടക്കുന്നുണ്ട്. അതൊന്നും എന്നെപ്പോലെ വിവരം കേട്ടവർക്ക് മനസ്സിലാവില്ല. വാവ്, അടിപൊളി ഗൈസ്. ഈ പാട്ട് ഏതെങ്കിലും സിനിമാ പാട്ടുമായി സാമ്യമായി തോന്നിയവരുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമ്മുടെ ആയിഷാത്ത ഈ മലകളെക്കുറിച്ച് 2 വരി പാടാമോ? എന്തിനാ 2 വരിയാക്കണത്? ഒരു പാരാഗ്രാഫ് തന്നെ ഞാൻ പാടിക്കോളാം. ഇന്ന് ഞാൻ തകർക്കും മോനെ. എങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കവിതകൾ പോരട്ടെ. മലകളുണ്ടല്ലോ, താഴ്വരകളുണ്ടല്ലോ, പുഴകളുണ്ടല്ലോ, കാടുകളുണ്ടല്ലോ, ആകാശമുണ്ടല്ലോ. എല്ലാവരും ഉണ്ട്, പക്ഷേ റേഞ്ച് മാത്രമല്ല, ലൈവ് കട്ടായി. ആവുംചടാ, കട്ടായോ? ഞാനാണെങ്കിൽ ഒരു മൂഡിൽ ഇങ്ങനെ പാടി വരികയായിരുന്നു. വന്നു റേഞ്ച് വന്നു. അപ്പോൾ ഗൈസ്, ആയിഷാത്താൻ്റെ പാട്ടെല്ലാവരും കേട്ടില്ലേ? ഈ വയസ്സാം കാലത്തും എന്താ എനർജി! നമുക്കും ആയിഷാത്താനെ കണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ആയിഷാത്താനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനലിൻ്റെ പേര് ഫാസിൽ മൽബാറി. എടാ ഫാസിൽ മൽബാറിയേ, ആ ഫോണൊന്നും തരുമോ? എന്താ ആയിഷാത്ത? ഇജാ ഫോണൊന്നും കൂടെ താ മോനെ, 2 വരി കൂടി പാടട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ്, ആയിഷാത്തയാണ് ഇനി ലൈവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആയിഷാത്തയുടെ ആ 2 വരികൾ എന്ന്. കണ്ണും കാതും കൂർപ്പിച്ച് എല്ലാവരും ആയിഷാത്തയിലേക്ക് ഉറ്റുനോക്കുക. ഇതാ ആയിഷാത്ത ഫോണ്. നിങ്ങൾ ഇവിടെ ഇരുന്നാണ്ട് ലൈവ് ചെയ്തോളി. ഞാൻ മറ്റേ ഫോണിൽ കുറച്ച് അപ്പുറത്തിരുന്നിട്ടേ ലൈവ് കണ്ടോളാം. അപ്പോൾ ഒരു വ്യൂവിനും കിട്ടുമല്ലോ. വ്യൂസ് കൂടണം, അതാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഓക്കെ മോനെ, വലിയ ഉപകാരം. കുറേ ദൂരത്ത് പോയിരുന്നോ, ഇഞ്ച ലൈവ് എനക്ക് താങ്ങൂല. ഹലോ ഗൈസേ, ആ കുരിപ്പ് പോയി. പിന്നെ ഇച്ചിങ്ങളോട് പറയാനുള്ളത്, ഈ ഏക്കറക്കണക്കിന് സ്ഥലം ഓൻ്റെ ഉപ്പൂപ്പാൻ്റെ ഒന്നുമല്ല. ഇത് തോമാച്ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട സ്വത്താണ്. ഓൻ്റെ ഉപ്പൂപ്പ് ഉണ്ടാക്കിയിട്ടത് ഓൻ്റെ ബാപ്പ കാതറടക്കം 9 പോത്തുകളെയാണ്. അല്ലാതെ ഒരു തേങ്ങ ഓൽക്കില്ല ഗൈസുകളേ. പിന്നെ ഓന് ടൗണിലൊന്നുമല്ല താമസം. ഈ റോഡ് പോയി അവസാനിച്ചിടത്താണ് ഓൻ്റെ പെര. ഈ കാണുന്ന റോഡ് നേരെ അങ്ങോട്ട് പോയാൽ ഈ റോഡ് പോയി അവസാനിച്ചത് ഓൻ്റെ അടുക്കളയിലാണ്. ചെന്ന് നോക്കണോട് തന്നെ എലി കടിച്ച പോലെ ഉള്ള ഒരു അമ്മിക്കല്ലും അവിടെ ഓൻ്റെ ബാപ്പ വീടിയും വലിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഓൻ്റെ പണി എന്താ അറിയാം എനിക്ക്? ഒരു ഡോക്ടറെ പേരിൽ രോഗികളെ പേര് എഴുതി വെക്കണ പണിയാണ് ഓന്. അവിടെ ആണെങ്കിൽ ഓ കച്ചവടമല്ല. ഓനെ ഫാസിൽ മലബാരി അല്ല, ഫാസിൽ മരമാക്രിയാണ്. ചാവാം. അല്ലാ ആയിഷാത്ത, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയണത്? പടച്ചോനെ, എഞ്ച ലൈവ്. വന്നല്ല കുരിപ്പ്. ഇങ്ങോട്ട് കാട്ടിക്കാണ് നിങ്ങൾ ഫോണ്. പടച്ചോനെ, എഞ്ച ചാനൽ നിങ്ങൾ ചാറാക്കിയല്ലോ തള്ളയേ. എൻ്റെ ചാനൽ ചാറല്ല, ഞാൻ ചോറാണാക്കിയത്. നാളെ മുതൽ ഒരുപാട് യൂട്യൂബ് ചാനലുകാർക്ക് ഇതൊരു ചോറാകും. എന്ത് മനസ്സിലായില്ല? നാളെ മുതൽ എല്ലാ ചാനലിലും വരും. എല്ലാവർക്കും ഒരാഴ്ചത്തേക്ക് കണ്ടന്റായി. ഓൾക്ക് ഞാൻ കാരണം ചോറായി. ഫാസിൽ മലബാറിയുടെ കള്ളത്തരം പൊളിഞ്ഞു. ഫാസിൽ മലബാറിയുടെ കള്ളത്തരം പൊളിച്ച ആയിഷാത്ത. അങ്ങനെ നാളെ മുതൽ ഞാൻ ഫേമസ് ആകും. അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും. ആയിഷാത്തയും ആട്ടിൻകുട്ടികളും. ആഹാ, ഇജെന്താടാ പറഞ്ഞത്? വയസ്സാം കാലത്തുനിന്നോ? ഇച്ച് വയസ്സായി എന്ന് എന്നോട് ആരാടാ പറഞ്ഞത്? ആ ഒരു വാശിക്കാണ് എൻ്റെ ചാനൽ പൂട്ടി താക്കോൽ എൻ്റെ കജ്ജിന് ഞാൻ തന്നത്. ഈ ബിലീസേ, ഒന്ന് പോത്തള്ളേ അവിടുന്ന്. ഇജ്ജ് പോടാ അവിടുന്ന്. എന്നോട് മുണ്ടാൻ പണ്ടേ ഇഷ്ടമല്ല. എൻ്റെ ഏഷണി നോണി കേൾക്കാനേ ഇച്ച് നേരല്ല. ഇജ്ജ് പോടാ അവിടുന്ന്.